ഹായ് ഓൾ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്ററാണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്റർ. മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത ടോപ്പിക്ക് നെഗേഷൻ, കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യമേ തന്നെ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിനെ ട്രൂ എന്നോ ഫോൾസ് എന്നോ പറയാൻ പറ്റുന്ന സെന്റൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. എന്താണ് എന്നോ ഫോൾസ് എന്നോ പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ നമുക്ക് അതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം, മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. രണ്ടുമായിരിക്കും, ഇത് ട്രൂ ആകാം ഫോൾസും ആകാം എന്ന് പറയരുത്. ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കണം, ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കണം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. അതായത് ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡോ അങ്ങനെ ഒന്നും ഒരു റിക്വസ്റ്റോ ഒന്നും നമുക്ക് ട്രൂ എന്നോ ഫോൾസോ എന്നോ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള സെന്റൻസിനെ നമുക്ക് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് അതായത് ട്രൂ ആയിരിക്കും, അതായത് ഫോൾസ്, അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും, ട്രൂ ഓ ഫോൾസോ ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് അതിനെ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. പിന്നെ എന്താണ് മാത്തമാറ്റിക്സ് ഈസ് ഫൺ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മാത്തമാറ്റിക്സ് ഫൺ ആയിരിക്കും, ചിലർക്ക് ഇത് മാത്തമാറ്റിക്സ് ഫൺ അല്ലായിരിക്കും. അങ്ങനെയുള്ളതിനെ നമുക്ക് ഒരു സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല, ട്രൂ ആണെന്നോ ഫോൾസ് ആണെന്നോ പ്രൂവ്ഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. ദ സൺ ഈസ് എ സ്റ്റാർ എന്നൊരു സെന്റൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് ട്രൂ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ട്രൂ എന്ന് പറയാൻ പറ്റും. ട്രൂ എന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. 8 ഈസ് ലെസ് ദാൻ 6 എന്നൊരു സെന്റൻസ് പറഞ്ഞാൽ 8 എന്ന് പറയുന്നത് 6നേക്കാളും ലെസ് ആണ്, അത് ട്രൂ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. 10 ഈസ് ഗ്രേറ്റർ ദാൻ 11 എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആണ്, അത് തെറ്റാണ്, ഫോൾസ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. നമുക്ക് ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ടോപ്പിക്കായ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെഗേഷൻ മീൻസ് നെഗറ്റീവ് ആക്കുക, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കുക. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണെങ്കിൽ അത് അല്ല എന്ന് നമ്മൾ ആക്കിയെടുക്കുക. അതായത് ഇപ്പൊ ന്യൂഡൽഹി ഈസ് എ സിറ്റി എന്നൊരു സെന്റൻസ് അല്ലെങ്കിൽ ന്യൂഡൽഹി ഈസ് എ സിറ്റി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ അതിനെ അല്ല എന്നാക്കണം. അപ്പൊ ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താണ്, അങ്ങനെ നെഗറ്റീവ് ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി, ഇപ്പൊ സിറ്റി ആണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ സിറ്റി അല്ല എന്ന് പറയും. അങ്ങനെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റിനെ നെഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് 3 രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റിനെ നെഗേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കാം, ന്യൂഡൽഹി ഈസ് എ സിറ്റി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കാം. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. Then it is false that ന്യൂഡൽഹി ഈസ് എ സിറ്റി. Then ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേറ്റ്മെന്റിനെ 3 രീതിയിൽ നെഗേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, പിന്നെ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, പിന്നെ ഈസ് നോട്ട് എന്ന് കേട്ട് നമുക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നെഗേറ്റ് ചെയ്യുക, അതിലല്ല എന്നാക്കി എടുക്കുന്നതാണ് നമ്മൾ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നെഗേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് both the diagonals of a rectangle have same length. Both the diagonals of a rectangle have same length. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ നെഗേറ്റ് ചെയ്യാം? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് both the diagonals of a rectangle have same length. Both the diagonals of rectangle have same length. ഇതിനെ എങ്ങനെയൊക്കെ നെഗേറ്റ് ചെയ്യാം? ഈ 3 രീതി നെഗേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? Is that both the diagonals of a rectangle have same length. It is false that both the diagonals of rectangle have same length. Both the diagonals of rectangle have not same length. ഏതെങ്കിലും ഒരു കേസ് വെച്ച് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ നെഗേറ്റ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ആ സ്റ്റേറ്റ്മെന്റ് പറയാ, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ആ സ്റ്റേറ്റ്മെന്റ് പറയാ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഈസ് നോട്ട് കയറ്റി നെഗേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ both the diagonals of a rectangle have same length എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? It is false that both the
Both the diagonals of rectangle have same length. Every natural number is greater than 0. Every natural number is greater than 0. എങ്ങനെ നെഗേറ്റ് ചെയ്യാം? It is false that every natural number is greater than 0. എങ്ങനെ എഴുതാം? Every natural number is not greater than 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ it is not the case that every natural number is greater than 0. ഇതേ മൂന്നിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ നെഗേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, write the negation of statement root 7 is rational. Root 7 is rational. Write the negation of the statement root 7 is rational. എങ്ങനെ എഴുതാം? root 7 is not rational. പിന്നെ it is false that root 7 is rational. It is not the case that root 7 is rational. ഇതിലേതെങ്കിലും രീതി നമുക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റും. മൂന്ന് രീതി നെഗേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതാം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഈസ് നോട്ട് എന്ന് കയറ്റി നമുക്ക് അതിനെ നെഗേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് നെഗേഷൻ പി എന്നായിരിക്കും. ഇങ്ങനെയായിരിക്കും നെഗേഷൻ എന്ന് കാണിക്കുന്നത്. സൈൻ വേവ് പോലെയാണ് നെഗേഷൻ കാണിക്കുന്നത്. അപ്പോൾ പിയുടെ നെഗേഷൻ എന്ന് പറയുന്നത് നെഗേഷൻ പി ഇങ്ങനെയാണ്. ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ എന്നായിരിക്കും. അടുത്ത ടോപ്പിക്ക് കോൺവേഴ്സ്. കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇഫ് പി ദെൻ ക്യൂ എന്ന് കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിനെ ഇഫ് ക്യൂ ദെൻ പി എന്നാക്കും. ഇഫ് പി ദെൻ ക്യൂ എന്നൊരു സ്റ്റേറ്റ്മെന്റിനെ ഇഫ് ക്യൂ ദെൻ പി എന്നാക്കും. അതായത് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പൊസിഷനിലും പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്യൂ എന്ന് പറയുന്നതിന്റെ പൊസിഷനിലേക്കും ആക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ബോൺ ഇൻ ഇന്ത്യ ദെൻ യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇവിടെ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് യു ആർ ബോൺ ഇൻ ഇന്ത്യ എന്നും യു ആർ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. സെയിം എന്ത് വരും? ഇഫ് യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ദെൻ യു ആർ ബോൺ ഇൻ ഇന്ത്യ. ഇഫ് യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ദെൻ യു ആർ ബോൺ ഇൻ ഇന്ത്യ. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പൊസിഷനിലേക്കും ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പിയുടെ പൊസിഷനിലേക്കും മാറും. സ്റ്റേറ്റ്മെന്റ് ഇഫ് another number is divisible by 10 then it is divisible by 5 എന്നാണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അതിന്റെ കോൺവേഴ്സ് എങ്ങനെ വരും? divisible by 5 എന്നുള്ളത് ആദ്യം വരും, divisible by 10 എന്നുള്ളത് അടുത്തായിട്ട് വരും. അപ്പൊ എന്ത് വരും? if a number is divisible by 5 then it is divisible by 10 എന്നാവും അതിന്റെ കോൺവേഴ്സ്. if a number is even then n square is even. if a number is even then n square is even എന്നാണെങ്കിൽ if a number is even then n square is even എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ അതിന്റെ കോൺവേഴ്സ് എങ്ങനെ വരും? നമ്പർ n square is even then n is even. if a number n square is even then n is even എന്നാവും. if you do all the exercise in the book then you get A grade in the class എന്നാണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അതിനെ തിരിച്ചു വരുമ്പോൾ A grade in the class എന്നുള്ളതാണ് Q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇൻ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതാണ്. അപ്പൊ അതിന് കോൺവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഇഫ് യു ഗെറ്റ് an A grade in the class then you have done all exercise of book. അടുത്ത നമ്മുടെ ടോപ്പിക്ക് കോൺട്രാപോസിറ്റീവ് ആണ്. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഇഫ് പി ദെൻ ക്യൂ എന്ന് നടക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നെഗേറ്റ് ചെയ്തിട്ട് കോൺവേഴ്സ് എടുക്കുക. പിന്നെയും ക്യൂവിനെയും നെഗേറ്റ് ചെയ്യും, ദെൻ കോൺവേഴ്സ് ചെയ്യുക. അപ്പൊ എന്താണ്? ക്യൂവിനെ നെഗേറ്റ് ചെയ്യും. ഇഫ് negation q then negation p. if negation q then negation p. നെഗേറ്റ് ചെയ്തിട്ട് കോൺവേഴ്സ് ചെയ്യുക. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയും ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയും നെഗേറ്റ് ചെയ്തിട്ട് കോൺവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നെഗേറ്റ് ചെയ്തിട്ട് കോൺവേഴ്സ് എടുക്കുക. അപ്പൊ എന്ത്? ഇഫ് പി ദെൻ ക്യൂ എന്ന് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി എന്നാകും. നമുക്ക് കോൺവേഴ്സിന് പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇഫ് യു ആർ ബോൺ ഇൻ ഇന്ത്യ ദെൻ യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയും. യു ആർ ബോൺ ഇൻ ഇന്ത്യ ദെൻ യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ കോൺട്രാപോസിറ്റീവ് ആക്കാം? ഇഫ് യു ആർ നോട്ട് സിറ്റിസൺ ഓഫ് ഇന്ത്യ ദെൻ യു വർ നോട്ട് ബോൺ ഇൻ ഇന്ത്യ. ഇഫ് യു ആർ നോട്ട് സിറ്റിസൺ ഓഫ് ഇന്ത്യ ദെൻ യു വർ നോട്ട് ബോൺ ഇൻ ഇന്ത്യ. അടുത്തത് ഇഫ് ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ ഇറ്റ് ഈസ് ഐസോസ്ലെസ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസ്ലെസ് then it is not a equilateral.
അടുത്തത് if a number is divisible by 9 then it is divisible by 3 എന്നൊരു സ്റ്റേറ്റ്മെന്റ്. if a number is divisible by 9 then it is divisible by 3 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് എന്നാ? if a number is not divisible by 3 then it is not divisible by 9. Consider the statement if 3n plus 2 is an odd natural number then n is an odd natural number. If 3n plus 2 is an odd natural number then n is an odd natural number. Write its contrapositive. If 3n plus 2 is an odd natural number then n is a odd natural number എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്താണ്? 3n plus 2 is an odd natural number. q എന്ന് പറഞ്ഞത് എന്താണ്? n is an odd natural number. if p then q എന്ന് നടക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ കോൺട്രാപോസിറ്റീവ് എടുക്കുമ്പോൾ എന്നാവും? if negation q then negation p എന്നാകും. ആൻസർ എന്ത് വരും? if n is an even number then 3n plus 2 is an even number. if n is an even number then 3n plus 2 is an even number. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? if n is not an odd natural number then 3n plus 2 is not an odd natural number. if n is not an odd natural number then 3n plus 2 is not an odd natural number. Write the contrapositive of statement if x is a prime number then x is odd. If x is not odd then x is not a prime. if x is not odd then x is not a prime. ഈ സ്റ്റേറ്റ്മെന്റിൽ p എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നായിരുന്നു? x is a prime എന്നായിരുന്നു. q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് x is odd എന്നായിരുന്നു. അതിനെ നെഗേറ്റ് ചെയ്തപ്പോൾ p എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നെഗേറ്റ് ചെയ്തപ്പോൾ x is not a prime എന്നും q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നെഗേറ്റ് ചെയ്തപ്പോൾ x is not odd എന്നും ആയി. അപ്പോൾ അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് if x is not odd then x is not a prime എന്നാവും. നമ്മൾ എന്താ പഠിച്ചേ? കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ if p then q എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ if q then p എന്നാക്കി എടുക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് കിട്ടുന്നത്. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് if p then q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ if negation q then negation p എന്നാക്കി എടുക്കും. അതായത് കോൺവേഴ്സ് ചെയ്യുകയും വേണം, അതിൻ്റെ കൂടെ നെഗേറ്റ് ചെയ്തിട്ടാണ് കോൺവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പം നെഗേറ്റ് ചെയ്തിട്ട് കോൺവേഴ്സ് ചെയ്യണം. അപ്പം if p then q എന്ന് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ if negation q then negation p എന്നാക്കാം. ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആയ നെഗേഷൻ, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് ഈ 3 ടോപ്പിക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഓൾ.